أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. സൂറ ബഖറയിലെ 199 ആയത്തിൻ്റെ അർത്ഥം, ഹജ്ജ് വേളയിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അറഫാത്തിൽ നിന്നും കൂട്ടത്തോടുകൂടി മടങ്ങിക്കഴിഞ്ഞാൽ മഷ്അറുൽ ഹറാമിനടുത്ത് മുസ്ദൽഫയിൽ അള്ളാഹുവിനെ സ്മരിക്കുക. അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കുക. അതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾ വഴിപിഴച്ചവരിൽ പെട്ടവരായിരുന്നുവല്ലോ. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഹജ്ജ് ദിനങ്ങളിൽ നിങ്ങളുടെ രക്ഷിതാവിനോട് അനുഗ്രഹം ഫളിൽ തേടുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല. ചില ആളുകൾ ഫളിൽ എന്നാൽ കച്ചവടം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിലും അത് ശരിയാണ്. എന്നാൽ ഫളിൽ എന്നാൽ കേവലം കച്ചവടം എന്ന് മാത്രം എടുക്കുന്നത് വിശാലമായൊരു വിഷയത്തെ പരിമിതപ്പെടുത്തുന്ന കാര്യമാകും. യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ലോകത്തെല്ലാ ഭാഗത്തും അവിശ്വാസം, കുഫർ ആധിപത്യം പുലർത്തുന്നതും മുസ്ലിങ്ങൾ സ്തംഭനാവസ്ഥയുടെയും നിസ്സഹായതയുടെയും ഇരകളായിത്തീരുന്നതുമാണ്. ഇസ്ലാമിൻ്റെ വ്യാപനത്തിനായി മുൻഗാമികളായിട്ടുള്ള മുസ്ലിങ്ങൾ കാണിച്ച ആവേശം പ്രകടിപ്പിക്കണമെന്ന ചിന്ത ഇന്ന് അവരുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നില്ല. അവർ ചുരുങ്ങിയ കാലയളവിൽ ഇസ്ലാമിനെ ലോകം മുഴുവൻ സ്വാധീനമുള്ളതാക്കി മാറ്റിയവരായിരുന്നു. അതിനാൽ ഹജ്ജിൻ്റെ സ്മരണയ്ക്കൊപ്പം ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫളലം മിർ റബ്ബിക്കും എന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാം കൽപ്പിക്കുന്നത്, ഈ മഹത്തായ സംഗമത്തിലൂടെ മറ്റു ഗുണങ്ങളും നേടാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നും അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം നിങ്ങൾ അന്വേഷിക്കണമെന്നുമാണ്. അതിൻ്റെ ഫലമായി മുസ്ലിങ്ങൾ അപമാനത്തിൻ്റെ ഗർത്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിജയത്തിൻ്റെ ഔന്നത്യത്തിലെത്തുകയും ഇസ്ലാമിക പ്രബോധനത്തിനായി വിവിധ രാജ്യങ്ങളിലെ സ്വാധീനമുള്ള പ്രമുഖ വ്യക്തികളുമായി ചേർന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാം ലോകത്ത് ആധിപത്യം പുലർത്തുന്ന രീതിയിൽ പദ്ധതികളും സ്കീമുകളും ആവിഷ്കരിക്കണമെന്നുള്ളതാണ്. ഹുസൂർ പറയുന്നു, ചുരുക്കത്തിൽ ഇസ്ലാമിന് വിജയം കൈവരുന്ന ആ ഫളൽ അനുഗ്രഹം അന്വേഷിക്കുക എന്നത് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഇതങ്ങേയറ്റം ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശൈലിയാണ്. ഇത്തരമൊരു മഹത്തായ അവസരം നിലനിൽക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നത് വലിയ കുറ്റമാണ് എന്നർത്ഥത്തിലാണ് ഈ ശൈലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഒത്തുകൂടുന്ന ഈ മഹത്തായ സംഗമത്തെ നിങ്ങൾ ഒരവസരമായി കാണുകയും അത് നഷ്ടപ്പെടുത്താതിരിക്കുകയും വേണം. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫസ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാം. അതായത് നിങ്ങൾ അറഫാത്തിൽ നിന്നും മടങ്ങുമ്പോൾ മഷ്അരിൽ ഹറാമിന് അടുത്ത് വെച്ച് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. മക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഏകദേശം 9 മൈൽ അകലെയുള്ള വിശാലമായ ഒരു മൈതാനത്തിനെയാണ് അറഫാത്ത് എന്ന് വിളിക്കുന്നത്. ദുൽഹജ്ജ് 9 ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അവിടെ ഒത്തുകൂടുന്നു. അവിടെ താമസിക്കുന്നതും ആരാധനകൾ നിർവഹിക്കുന്നതും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാൽ, ഒരാൾ ഹജ്ജിൻ്റെ മറ്റെല്ലാ കർമ്മങ്ങളും നിർവഹിക്കുകയും എന്നാൽ അറഫാത്ത് മൈതാനത്തെത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ അയാളുടെ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. മുസ്ദൽഫയിലുള്ള ചെറിയൊരു കുന്നിൻ്റെ പേരാണ് മഷ്അറുൽ ഹറാം. അള്ളാഹു ഇവിടെ പറയുന്നത്, നിങ്ങൾ അറഫാത്തിലെ ആരാധനകൾ കഴിഞ്ഞ് അവിടെ നിന്നും മടങ്ങുമ്പോൾ മുസ്ദൽഫയിലുള്ള ആ കുന്നിൻ്റെ മഷ്അറുൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പൊതുവെ ആളുകൾ ഇവിടെ നിന്നും പ്രാർത്ഥിക്കാറില്ല. മറിച്ച് ഈ സ്ഥലം കണ്ടെത്താൻ പോലും പ്രയാസമാണ്.
ഹുസൂർ പറയുന്നു, എനിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അത് കണ്ടെത്താൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അങ്ങനെ അവിടെ ഒരിടത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അവിടെ സമാനമായിട്ടുള്ള മറ്റു കുന്നുകളും ജനക്കൂട്ടവും ഉള്ളതുകൊണ്ട് ആ സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഈ വചനത്തിൽ അഫൽത്തും എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഈ കാര്യത്തിലേക്ക് കൂടിയിട്ടുള്ള സൂചനയാണ് അള്ളാഹു നൽകുന്നത്. അതായത് നിങ്ങൾ അറഫാത്തിൽ നിന്നും മടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ബർക്കത്തുകളാലും പ്രകാശത്താലും നിറഞ്ഞിരിക്കണം. ഒരു പാത്രം അതിൻ്റെ വശങ്ങൾ വരെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ. എന്നിട്ട് അതേ അവസ്ഥയിൽ സാക്കിയ കൗസർ നൽകുന്ന ആത്മീയ പാനീയത്തിൻ്റെ പാനപാത്രങ്ങൾ നിങ്ങളുടെ പക്കൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ മശ്അറിൽ ഹറാമിൻ്റെ അടുത്തെത്തുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. അതായത് അറഫാത്തിൽ വെച്ച് നിങ്ങളുടെ മേൽ വർഷിച്ച ആത്മീയമായ അനുഗ്രഹങ്ങളുടെ ആ മഴ നിങ്ങളെ മശ്അറിൽ ഹറാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുകയും നിങ്ങളുടെ പ്രിയതമൻ്റെ അള്ളാഹുവിൻ്റെ പാദങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും വേണം. 200-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, പിന്നീട് മുൻഗാമികളായ ജനങ്ങൾ മടങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്തുകൂടി നിങ്ങളും മടങ്ങുക, അള്ളാഹുവിനോട് മാപ്പിനപേക്ഷിക്കുക. നിശ്ചയമായും അള്ളാഹു സർവ്വദാ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു, ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇഫാല അഥവാ മടക്കത്തെക്കുറിച്ച് നേരത്തെ സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പിന്നീട് ഏത് ഇഫാലയെക്കുറിച്ചാണ്, ഏത് മടക്കത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതായത് അറഫാത്തിൽ നിന്നും മടങ്ങി വന്നതാണെങ്കിൽ പിന്നെ എവിടെ നിന്നും മടങ്ങുന്നതിനെക്കുറിച്ചാണ് ഇവിടെ കൽപ്പന നൽകിയിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഖുറൈശികളുടെയും അവരുടെ കൂട്ടാളികളുടെയും രീതി മുസ്ദൽഫയിൽ നിന്നും മുന്നോട്ട് അറഫാത്തിലേക്ക് അവർ പോകാറില്ലായിരുന്നു എന്നതാണ്. മറിച്ച് മുസ്ദൽഫയിൽ നിന്ന് തന്നെ അവർ മടങ്ങിപ്പോകുമായിരുന്നു. അറഫാത്ത് ഹറം പരിധിക്ക് പുറത്താണ് എന്നതാണ് അവർ അതിന് കാരണമായി പറഞ്ഞിരുന്നത്. അതിനാൽ ഞങ്ങൾ അവിടെ പോകില്ല എന്നും ഹറമിനുള്ളിലുള്ള മുസ്ദൽഫയിലെ മശ്അറിൽ ഹറാമിനടുത്ത് തന്നെ നിൽക്കുമെന്നും അവർ വാദിച്ചിരുന്നു. ഞങ്ങൾ ഹറമിൽ താമസിക്കുന്നവരാണ്, അതിനാൽ ഞങ്ങൾക്ക് ഹറമിന് പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല എന്നവർ പറയുമായിരുന്നു. എന്നാൽ മറ്റു ഗോത്രങ്ങൾ അറഫാത്തിൽ പോയാണ് ഹജ്ജ് ചെയ്തിരുന്നത്. അതിനാൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, മറ്റ് ജനങ്ങൾ എങ്ങനെയാണോ അറഫാത്തിൽ പോകുന്നത്, അവിടെ നിന്നും മടങ്ങി വരുന്നത്, അതുപോലെ നിങ്ങളും അവിടേക്ക് പോകണം, അവിടെ നിന്ന് മടങ്ങി വരികയും വേണം. മുസ്ദൽഫയിൽ നിന്നുള്ള മടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള വിധി ഇപ്രകാരമാണ്. ഹാജിമാർ അവിടെ സുബഹി നമസ്കാരം നിർവഹിക്കുകയും പ്രാർത്ഥന നടത്തുകയും വേണം. സൂര്യോദയത്തിന് മുൻപ് അവിടെ നിന്നും പുറപ്പെടുകയും സൂര്യോദയത്തിന് ശേഷം മിനായിലെത്തുകയും അവിടെ കല്ലേറ് നടത്തി ബലിയർപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അതോടെ ഇഹ്റാമിൻ്റെ അവസ്ഥ അവസാനിക്കുകയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവിനോട് പാപമോചനം തേടുക, നിശ്ചയമായും അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈ കർമ്മങ്ങൾക്കിടയിൽ നിരന്തരം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് കൽപ്പന നൽകിയിരിക്കുന്നത്. കാരണം ഹജ്ജ് എന്നത് വലിയൊരു പരീക്ഷണമാണ്. ഹജ്ജ് ചെയ്തിട്ടും ഞങ്ങളുടെ ഹൃദയം മുൻപത്തേക്കാൾ കഠിനമായി എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹജ്ജ് ദിനങ്ങളിൽ വലിയ ആവേശമുണ്ടാകാറുണ്ടെങ്കിലും പിന്നീട് ഹൃദയത്തിൽ മോശമായ സ്വാധീനമുണ്ടാകുന്നു എന്ന് ചിലർ പറയാറുണ്ടെന്ന് ഹുസൂർ പറയുന്നു. ഹുസൂർ വിശദീകരിക്കുകയാണ്, ഹജ്ജിൻ്റെ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ വളരെ പ്രകടമാണെങ്കിലും അതിൻ്റെ ആത്മീയ വശങ്ങൾ വലിയൊരു പരിധിവരെ മറഞ്ഞിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, സഫ മർവ കുന്നുകൾക്കിടയിൽ ഓടുക, കാബയെ തവാഫ് ചെയ്യുക, മിനയിലെ 3 കുന്നുകൾ അതിനെ കല്ലെറിയുക. ഈ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾക്കൊപ്പം പാപമോചനം തേടുന്നില്ല എങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല എങ്കിൽ ഹൃദയത്തിന് മങ്ങലേൽക്കുന്നു. അതിനാൽ അവിടെ 5-10 മണിക്കൂർ ഇരുന്നു കൊണ്ട് ആരാധനകളിൽ മുഴുകേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ആൾക്കൂട്ടത്തിൽ ഒരാൾ പോലും അപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഖതീബ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റുമാൽ വീശുന്നതിലൂടെ എല്ലാം ശരിയാകുമെന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകി. ഞാൻ അവിടെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. അതിന് നിശ്ചിത നമസ്കാരങ്ങളെപ്പോലെ കൃത്യമായ രൂപമില്ലാത്തതിനാൽ ആളുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ശരീഅത്ത് ബാഹ്യമായ രൂപങ്ങൾ നൽകുകയും ആന്തരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ വിവേചനത്തിന് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മിക്ക ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം അവർ കരുതുന്നില്ല. അതിനാൽ ഹജ്ജ് ദിനങ്ങളിൽ ഇസ്തിഗ്ഫാർ അത്യാവശ്യമാണ്. ആത്മീയമായ ആരാധനകൾ എപ്പോഴും മറഞ്ഞിരിക്കുന്നവയാണ്. മനുഷ്യൻ ആത്മീയ വശത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ ശരീരത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും തന്നെ പൂർത്തിയാവുകയില്ല.
വാഹ്റുദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.